തമിഴ്നാട്ടിലെ സർക്കാർ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. ശമ്പള വർധന ഉൾപ്പെടെ 6 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നില്ല. സംസ്ഥാനത്തിനകത്തും പുറത്തേക്കും സ്വകാര്യ ബസ്സുകൾ 24 മണിക്കൂറും സർവീസ് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. മനീഷ് മൂർത്തി നൽകും ചെന്നൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ് മൂർത്തി, ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ? ഒപ്പം മതിയായ സ്വകാര്യ ബസ് സർവീസ് ഉറപ്പാക്കിയിട്ടുണ്ടോ സർക്കാർ? പ്രജിൻ 6 ആവശ്യങ്ങളാണ് പ്രധാനമായും. അതിൽ ഏറ്റവും പ്രധാനം അവരുടെ മനീഷ് മൂർത്തിയാണ്. ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട്. മനീഷ് തിരികെ എത്താം. എന്തായാലും ഇതിനോടകം തന്നെ അവിടെ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളും ഒപ്പം സംസ്ഥാനത്തിനകത്തുള്ള ബസ്സുകളും ഓടുന്നില്ല. സർക്കാർ ജീവനക്കാരാണ് പണിമുടക്കുന്നത്. പക്ഷേ സ്വകാര്യ ബസ്സുകൾ അധിക സർവീസ് നടത്തുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പണിമുടക്ക് മാറിയിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. മനീഷ് മൂർത്തി, കേൾക്കാമെങ്കിൽ ഈ പണിമുടക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അത് എത്രമാത്രം എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങിയത് അവിടെ? പ്രജിൻ, ഇന്നലെ ഗതാഗത മന്ത്രി എസ് ശിവശങ്കറുമായി തൊഴിലാളി സംഘടനകൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് വളരെ വേഗത്തിൽ സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. INTUC സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ 25 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടായ തീരുമാനമായിരുന്നു സമരം എന്ന് പറയുന്നത്. പക്ഷേ INTUC അതിൽ നിന്ന് മാറുന്നു. സർക്കാരിൽ വിശ്വാസമുണ്ട്. സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് സമരത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളതാണ് രാത്രിയിൽ അവർ അറിയിച്ചത്. എന്തായാലും 12 മണിക്കാണ് സമരം ആരംഭിച്ചത്. ദീർഘദൂര സർവീസുകളൊന്നും തന്നെ നടത്തില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ ചില സംഘടനകൾ മാറി നിൽക്കുന്നതും സർക്കാർ അനുകൂല സംഘടനകളുടെ ആളുകൾ എത്തുന്നതും പൂർണ്ണമായും തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് പോവില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു കണക്കൂട്ടൽ. മാത്രമല്ല, പൊങ്കൽ വരികയാണ് അടുത്ത ആഴ്ച. അപ്പോൾ സ്വാഭാവികമായും വലിയ തിരക്ക് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സമരം വളരെ വേഗത്തിൽ തീർക്കുക എന്നത് തന്നെയായിരിക്കും സർക്കാരിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും ലോക്കൽ ബസ്സുകൾ സാധാരണ നിലയിൽ അല്ലെങ്കിൽ കുറച്ച് ബാധിക്കും. പ്രത്യേകിച്ചും ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം ബസ്സുകൾ എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങാൻ സാധ്യതയില്ല. മാത്രമല്ല, സ്വകാര്യ ബസ്സുകൾ അത്ര കണ്ട് ലോക്കൽ സർവീസിന് അവർ ഉപയോഗിക്കാനും സാധ്യതയില്ല. ദീർഘദൂര സർവീസുകളായിരിക്കും സ്വകാര്യ ബസ്സുകൾ കാര്യമായി നടത്തുക. എന്തായാലും സമരം ആരംഭിച്ചു കഴിഞ്ഞു. ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.